ഇപ്പോൾ കാലത്ത് 6 മണി കഴിഞ്ഞ് അല്ല 7 മണി കഴിഞ്ഞ് 1 മിനിറ്റായി. നമ്മുടെ നാട്ടിലെ ഈ കല്യാണങ്ങൾക്കും മറ്റു പരിപാടികൾക്കും ഇടയിലുള്ള സ്പെഷ്യൽ ഇഫക്ട്സ്, അതായത് ഈ സ്മോക്കും ഫയർ വർക്ക്സും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ടീമിന്റെ വർക്കിനാണ് ഞാൻ ഇന്ന് പോണത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് ഇവന്റ് എന്നോ എവിടെയാണ് ഇവന്റ് എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കല്യാണ വീഡിയോ എടുത്ത് കൊടുക്കാൻ പോവാ ഇതില്. എന്താടാ? അല്ല എന്താ പരിപാടി? കല്യാണം തന്നെയാണോ? അല്ല, മറ്റേ മാമോദിസം പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ? ഇവിടെ നിന്നാണ് വർക്ക്. എനിക്കറിയില്ല കൃത്യമായിട്ട് കല്യാണമാണെന്നാ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് പോകണം, എനിക്കറിയത്തില്ല. ആശാൻ ഇങ്ങനെയാണ് എടുത്ത് വയ്ക്കണ്ടല്ലേ? ഓക്കെ ആശാൻ. വെയിറ്റുണ്ടല്ലോടാ. ഇത് പൊട്ടിത്തെറിച്ചിട്ടാണ് അവിടെ നല്ല പൂക്കളം ഉണ്ടാവുക. പൂക്കളം പോയി അമിട്ട് വരണം. അവൻ വേറെ വഴിക്കാം, ഞാൻ വേറെ വഴിക്കും. അങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു കല്യാണ ഇവന്റ് ആയിരുന്നു. ഞാൻ ഈ പരിപാടിക്കൊക്കെ ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പോലെയാണ് എന്നെ വിട്ടത്. വെള്ളം മറിക്കണം, അതാണ് എൻ്റെ മെയിൻ പണി. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി ടൈമിൽ സ്റ്റേജിലും പിന്നെ അവർ നടന്നു വരുന്ന വഴി പോലും കാണാത്ത രീതിയിൽ സ്മോക്ക് അടിച്ചു വീഴുന്ന വർക്കായിരുന്നു. ഈ പ്രോപ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വെൽക്കം ഡ്രിങ്ക് അങ്ങ് കുടിച്ചു. ഇവിടെ കുമ്മിളകൾ കൊണ്ട് തുടങ്ങി, ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് മാറ്റി കുത്തണം. ഇതാണ് ഡ്രൈ ഐസ്. ഇതും വെച്ചാണ് ആ സ്മോക്ക് ക്രിയേറ്റ് ചെയ്യണത്. ഗ്രാൻഡ് ഓഡിറ്റോറിയം കേട്ടോ. മക്കളെ പൊളിച്ച്. കരിമ്പ് നോൺ വെജ് ഫുഡിങ് പ്രതീക്ഷിച്ചു പോയ എനിക്ക് 4 തരം പായസം 38 കൂട്ടം കറികൾ അടക്കമുള്ള ഒരു വിപുല സമൃദ്ധമായ സദ്യയാണ് കിട്ടിയത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും കൂട്ടമുള്ള ഒരു സദ്യ കഴിക്കണത്. നല്ല കിടിലൻ സദ്യ. പൈനാപ്പിൾ പായസം, ബോളിയും പാലടയും. പൈനാപ്പിൾ പായസം തീർന്നു, ഇത് ബോളിയും പാലടയും. അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പരിപാടികളൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു, തിരിച്ചു പോയാണ്.